ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കുഞ്ഞിച്ചക്കനെയും കൊണ്ടൊന്ന് ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. വരുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ പാളിപ്പോയി സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക് കൂടി കഴിക്കാം. ഇന്നിനി അവിടെ ഉണ്ടോ ആവോ, എന്തായാലും പോയി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കൊള്ളാമെങ്കിൽ പറയണേ. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമ്മുടെ സ്ഥലം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന അഞ്ചലിൻ്റെ ഹൃദയഭാഗത്തെന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഹൃദയത്തിലേക്ക് പോകുന്ന ഒരു വാൽവിലാണെന്ന് പറയാം. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലാണ് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ. എൻ്റെയും നാത്തൂൻ്റെയും പാളിപ്പോയ കേക്ക് തീറ്റ കൂടി ഇന്നത്തെ അജണ്ടയിൽ ഉള്ളതുകൊണ്ട് എന്നെയും ചെക്കനെ അവിടെ ആക്കിയിട്ട് ഹസ്ബൻഡ് തിരിച്ചുപോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേനും നാത്തൂൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നാത്തൂൻ എത്തിയാൽ പിന്നെ നാത്തൂൻ്റെ തോളിൽ കയറി അവനിങ്ങനെ ഇരിക്കണം. മാമി വന്നാൽ പിന്നെ കുഞ്ഞിച്ചക്കനെ മാമി എടുത്തോണ്ടങ്ങ് നടന്നോളും. എപ്പോഴും അങ്ങനെ തന്നെ. രണ്ടുപേരും ലോകകാര്യങ്ങൾ എന്തോ വലിയതായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ തനിക്കുട്ടിനെ എടുത്ത് കടയിലോട്ട്. ഞങ്ങൾ നേരെ ചെന്ന് കണ്ണാടിപ്പെട്ടിയിലോട്ട് നോക്കി. ഞങ്ങൾ അന്വേഷിച്ചൊന്ന് ഐറ്റം അവിടെ ഉണ്ടോ? ആ, ഉണ്ട്. നാത്തൂൻ്റെ സന്തോഷം കണ്ടില്ലേ. ഞങ്ങൾ പിന്നെ ഒന്നും വൈകിയില്ല, നേരെ ഓർഡർ ചെയ്തു. ഇതാ വരുന്നത് നമ്മൾ കാത്തിരുന്ന മുതൽ സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്. പിന്നെ ചോക്ലേറ്റ് കേക്കിൽ കൂടെ ഒഴുകി വരണമെന്നൊക്കെ പറഞ്ഞ് അതൊന്നും നടക്കത്തില്ല. ചോക്ലേറ്റ് കട്ട പിടിച്ചിരിക്കുകയല്ലോ. ഞങ്ങൾ സ്പൂൺ കൊണ്ട് കോരി അഡ്ജസ്റ്റ് ചെയ്ത്. സംഭവം കൊള്ളാം. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഞാനത്ര ഒരു മധുരം ലവർ അല്ലാത്തതുകൊണ്ട് എനിക്ക് തലയ്ക്ക് മത്ത പിടിച്ച്. പൊടിച്ചിക്ക് ഞങ്ങൾ ഇച്ചിരി കൊടുത്ത്. നമുക്ക് മധുരം കുറഞ്ഞ വേറെ കേക്ക് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ കണ്ട ഭംഗിയുള്ളൊരു പപ്സ് നോക്കി ഓർഡർ ചെയ്ത്. പേരൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, പേര് ഞാൻ മറന്നുപോയി. പിന്നെ 2 ലൈമും ഞങ്ങൾ വാങ്ങിച്ച്. കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞ് ഓർഡർ ചെയ്തതാണ്. പപ്സ് നമ്മൾ എവിടെ ചെന്നാലും നാണം കെടുത്തുന്ന ഒരു പലഹാരമാണല്ലോ. ഓർഡർ ചെയ്തതിന് ശേഷം ഞാനത് ഓർത്തത്. എന്തായാലും പപ്സ് സൂപ്പറായിരുന്നു. ഇതാണ് കടയുടെ ഉൾഭാഗം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി താഴെ കിഡോസിൻ്റെ ഒരു കടയിൽ കയറി കിഡോസിന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.